നമസ്കാരം. കണ്ണൂർ ADM ആയിരിക്കെ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം CBI അന്വേഷണമാണ്. തീർച്ചയായിട്ടും CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവർ കൈവിട്ടു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. അവർക്ക് നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണത്തിലൊന്നും വിശ്വാസമായിട്ടില്ല, വിശ്വാസയോഗ്യമായ അല്ല അന്വേഷണം നടക്കുന്നതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിന് ആദ്യമേ തൊട്ട് അവർ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് കുടുംബമെത്തുന്നതിന് മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്താൻ എത്ര സമയം മതി, എത്തുന്നതിന് മുമ്പ് അവർ നിർവഹിച്ചു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് അവിടെ എത്തിക്കാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്തു. തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ എല്ലാ ക്രിയകളും ഔദ്യോഗികമായ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ മൃതദേഹം അവർക്ക് കുടുംബത്തിന് വിട്ട് കിട്ടിയത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെയുള്ള അവരുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അത് പ്രേരണാകുറ്റം ചുമത്താൻ തന്നെ ദിവസങ്ങൾ പിടിച്ചെങ്കിൽ അവസാനം പ്രേരണാകുറ്റം ചുമത്തി കേസെടുത്തു. ആ കേസെടുത്ത ദിവ്യയ്ക്ക് ഒളിവിൽ കഴിയാനുള്ള വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ വിശ്വസിക്കാം. അവസാനം അവരെ പിടിച്ചു, അവർ ജയിലിൽ കിടന്നു. 15 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം അന്ന് രാവിലെ CPM-ൻ്റെ നേതാക്കൾ പത്തനംതിട്ടയിലെ ആളുകളൊക്കെ അവിടെ പോയി ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചതിന് ശേഷം ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടി കണ്ണൂരിലെ നേതൃത്വം മുഴുവൻ രംഗത്ത് വന്നു. അവരുടെ കേസിൻ്റെ തീരുമാനമാകുന്നതിന് മുമ്പ് അവർക്കൊരു നടപടി എടുക്കരുതെന്ന് ആവശ്യപ്പെടാൻ വരെ അവരുടെ കമ്മിറ്റികളിൽ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഉണ്ടായതാണ് റവന്യൂവിലെ ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥ ഗീത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ കൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പുറത്തു വന്നില്ല, അത് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് കൈമാറിയത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. കളക്ടറുടെ ദിവ്യപ്രണയം മുതൽ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്നാണ് പുറമേ നിന്ന് വാർത്തകളിലൂടെയൊക്കെ അറിയുന്നൊരു കാര്യം. അങ്ങനെ കളക്ടർ ആ കേസുമായിട്ട് ഉൾപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൃത്യമായിട്ട് അന്വേഷണം നടന്നിട്ടുണ്ട്. ഓഫീസിൽ എന്ത് സംഭവിച്ചു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിന് ശേഷം അദ്ദേഹത്തിന് ചെന്ന് കണ്ട ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതാണ് ഇവർ ആരോപിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം. ആ ഒരു സാഹചര്യത്തിൽ മുഴുവൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് വീണ ജോർജ്. അവിടെ ഒരു ആശുപത്രിയിൽ ഒരു പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തതോടുകൂടി വലിയൊരു ധീരകൃത്യം ചെയ്തതുപോലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ഗവർണറും അവസാനിച്ച പോലെയാണ്. ആ കുടുംബം ഈ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആരുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് രാഷ്ട്രീയ പ്രതീക്ഷകൾക്ക് അസ്തമിച്ചതിന് ശേഷം അവർ പോവുകയാണ് ഹൈക്കോടതിയിലേക്ക്. ദിവസങ്ങൾ കഴിഞ്ഞാൽ മറന്നു പോകുന്നതല്ല അനാഥമാക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ അവസരത്തിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലരുടെ പൊയ്മുഖങ്ങൾ വലിച്ചെറിയപ്പെടുകയാണ്. കാരണം ഇതുപോലെ ഒരു കുടുംബത്തെ പറ്റിച്ച ഒരു ചരിത്രം പറയാൻ കഴിയില്ല. ഇപ്പോൾ റവന്യൂ മന്ത്രി, അദ്ദേഹം CPI-കാരനാണ്, അദ്ദേഹത്തിൻ്റെ പിന്തുണ എല്ലാ അർത്ഥത്തിലും ഉണ്ട്. അദ്ദേഹം അഴിമതിക്കാരനല്ലെന്ന് പറയുന്നു. ഒരന്വേഷണത്തിലും അഴിമതിക്കാരനാണെന്നോ കൈക്കൂലി ചോദിച്ചു എന്നോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇത് കൊലപാതകം എന്ന് കുടുംബം തന്നെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ചില മാധ്യമ പ്രവർത്തകരൊക്കെ അന്ന് പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയുന്ന ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാപ്പിനിടയിൽ അദ്ദേഹത്തെ കെട്ടിത്തൂക്കി ഇതാണ് എന്നുള്ള ആരോപണം മരിച്ചതിൻ്റെ 3ാമത്തെ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ആ രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടില്ല. കളക്ടറെ ചോദ്യം ചെയ്തത് സർക്കിൾ ഇൻസ്പെക്ടറാണ്. കളക്ടറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യേണ്ട സർക്കിൾ ഇൻസ്പെക്ടർ ചെന്ന് കളക്ടറെ ചോദ്യം ചെയ്യുന്നു. അത്ര ബാലിശമായ ഒരു അന്വേഷണം അതാണ് ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട്, സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, ആശ്വസിപ്പിച്ചവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ആ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതിയുടെ നാൾവഴികൾക്ക് നമ്മൾക്ക് കാതോർക്കാം. നിർത്തുന്നു. നന്ദി.